ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ഇപ്പോൾ കുറേ ദിവസമായാലും ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞങ്ങൾ വീടൊക്കെ ഒന്ന് മാറിയിട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് മാറിൻ്റെ അതിലുണ്ടല്ലോ, ഇതാ കണ്ടോ, ഇതൊക്കെ വിറകൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീട് മാറിയപ്പോൾ എന്ത് സംഭവം, നെറ്റിൻ്റെ പ്രോബ്ലം വന്ന്. അതായത് വൈഫൈ ആണ്. വൈഫൈ നമുക്കൊരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറ്റി വരുമ്പം അതിൻ്റെ ഒരു പ്രോബ്ലം വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഈ വൈഫൈ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഒന്ന് ശരിയാക്കാനും എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ വൈഫൈ പിന്നെ ഞങ്ങളിപ്പം ഇന്നലെയാണ് ഇപ്പോൾ റെഡിയാക്കി. ഇന്നലെ റെഡിയാക്കി എന്ന് പറയാൻ കാരണം നമ്മളത് വൈഫൈ ഇവിടെ 2 സെക്ഷനായിട്ടാണ് വൈഫൈ വരുന്നത്. അപ്പോൾ ആ വൈഫൈൻ്റെ അതേ ആൾക്കാർ തന്നെ വരണം നമ്മളത് ശരിയാക്കാൻ. അപ്പോൾ ആ ഒരു ഇതാണ് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ വീടിൻ്റെ ഹോം പണികൾ റോസാപ്പൂവില്ലേ അരച്ച് പക്ഷെ ഇതെങ്ങനെ അധികം ചാടൂലല്ലോ, ഇത് ചാടാതെ മറ്റേതൊക്കെ ഇങ്ങനെ ചാടുവല്ലോ. നല്ല കളർ കിട്ടൂലേ? കളർ കിട്ടും. അല്ലേ ഇന്നലത്തെ ചീഞ്ഞു പോണത്. വീഡിയോ എവിടെ ഇതിലേ നമ്മക്കതിന് എത്തൂലേ? അതതിൻ്റെ അപ്പുറത്തുണ്ട്. മതില്ലേ? അത് 4 പോരെ? മതി. അപ്പം ഇതാക്കണ ഞാൻ നമ്മളെ ഈ ഫ്ലവർ പൂ പറിക്കണ നിങ്ങൾ കണ്ടില്ല? ഇതാക്കണ കണ്ടോ ഈ വയലറ്റ്? അത് എന്തിനാണ്? വെള്ളം കാച്ചാൻ വേണ്ടിയിട്ട് ആണ്. നല്ല നമ്മളെ രക്തം ശുദ്ധീകരിക്കാനും ഇതിനൊക്കെ നല്ലതാട്ടോ. ഈ ഒരു ഫ്ലവർ നല്ലതാണ്. നമുക്ക് ഈ കൊളസ്ട്രോള്, ഷുഗർ, പിന്നെ രക്തത്തിന് എന്തെങ്കിലും അണുക്കളൊക്കെ വരിക അങ്ങനെയൊക്കെ വരില്ലേ, രക്തത്തിൻ്റെ എന്തെങ്കിലും ശുദ്ധീകരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിവിടെ തിളച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കാണണമെന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്താണെന്നറിയോ, തിളക്കുക നമ്മളെ മുതര ഞാൻ അടുപ്പത്ത് വെച്ച് വിറകടുപ്പിൽ വെച്ച് കാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ഒരാൾ ഇതാക്കണ് ആയി. പിന്നെ മോൾക്ക് നെയ്ച്ചോറാണിന്ന്. ഫ്രൈഡേ അല്ലേ, അപ്പോൾ നെയ്ച്ചോറാണ് ആയി. ഇപ്പോൾ ഇതാക്കണേ ഞാൻ കാണിച്ച ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ വെള്ളമാണിത് കണ്ടോ. അതിനൊരു കളറിലൊരു നീല കളർ കണ്ടോ. കളറിൽ നമ്മൾ നീല ആ വയലറ്റ് കളർ ഉണ്ടല്ലോ, ആ വയലറ്റ് കളർ നമ്മളതിലേക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ വരും കേട്ടോ. നമ്മൾ ഫ്ലവർ എത്രത്തോളം ഇടുന്ന അതിനനുസരിച്ച് അതിൻ്റെ കളറ് കൂടി ഇങ്ങനെ വരും. കണ്ടോ വൈഫൈ ഒക്കെ ഇപ്പോൾ അതൊന്നും ശരിക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്നലെ രാത്രിയാണ് കണക്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. പിന്നെ എന്താ നമ്മളെ ബൾബുകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനൊക്കെ ഒന്ന് കാണിക്കണ്ട്. എവിടെ ഇത് സെറ്റാക്കി കണ്ട് എവിടെ വെക്കണം, ഇതൊക്കെ ഒന്ന് സെറ്റ് ഇവിടെ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ. അപ്പം അതാണ് കുറേ പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് എന്താണ് വീഡിയോ ഇടാത്തത് കുറേ പേര് ചോദിച്ചു, മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിനാണ് ഷോർട്സ് കറക്റ്റ് സമയത്തിനുള്ള ഷോർട്സിൻ്റെ ഒരു ടൈമിൽ ഞാൻ ഷോർട്സ് സെൻഡാക്കലുണ്ട്. ഇപ്പം ഈ വീഡിയോ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണത് നമ്മളിങ്ങനെ ഇതുകൊണ്ടാണ് വീഡിയോ ഇടാതെ ഇത്രയും ദിവസം നിന്നത്. അതായത് ലോങ് വീഡിയോ. എന്നാൽ തന്നെ ഞങ്ങൾ നിലമ്പൂർ പാട്ടിന് പോയി. നമ്മൾ നിലമ്പൂർ പാട്ട് ഉത്സവമാണല്ലോ ഇപ്പോൾ. ആ നിലമ്പൂർ പാട്ട് വരുന്നത് ഞങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തിരിക്കണ്. അപ്പം സാധാ അതിൽ നെറ്റിലാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടാൽ പിന്നെ നെറ്റൊക്കെ പെട്ടെന്ന് തീർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് വൈഫൈ തന്നെ വേണം. വൈഫൈൻ്റെ ഇതിൽ വരുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അപ്പോൾ വൈഫൈ കിട്ടാൻ നമുക്ക് വൈകിപ്പോയി കാരണം നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കറിയാം, നമ്മൾ വന്ന് ട്രൈ ചെയ്യണമുണ്ട്. പക്ഷെ ഇതിൻ്റെ മോഡ് ഇവിടെ വേറൊരു മോഡാണ്. അപ്പോൾ പിന്നെ അവർ നമുക്കിപ്പോൾ വരുന്ന സമയത്ത് ഞാനും തന്നെ ഒരു ജോലിക്ക് പോവുകയാണ്.
ആ ടൈമിൽ ഞമ്മക്കും തന്നെ ഒരു വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവില്ല. അപ്പം എല്ലാം പാടെ ഒത്ത് റെഡിയായി കിട്ടിയത് ഇന്നലെയാണ്. അപ്പം ഇന്നലെ നമ്മളെ വൈഫൈ റെഡിയായി, എല്ലാം റെഡിയായി. അപ്പം നമുക്ക് ഞാൻ ഇനി ഇങ്ങനെ നമ്മൾ വീഡിയോസ് നിങ്ങൾ എന്താ 8:30 ശേഷം 9:30 ഒരു 10 o'clock ഒക്കെ അതിൽ ഞാൻ വീഡിയോ അപ്ലോഡ് അങ്ങനെ ചെയ്യും കേട്ടോ. ചിക്കൻ വണ്ടി വന്നിക്കാണ്ട് ചിക്കൻ സ്റ്റാൾക്ക് അതാ ചിക്കൻ വന്നിറങ്ങിയതാട്ടോ. ഇപ്പം എൻ്റെ ചുരിദാറൊക്കെ ഒന്ന് ചുളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കണ്ട് പോവാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. നമ്മൾ പോവാൻ വേണ്ടിയിട്ടേ ഷോക്സൊക്കെ ഇടുകയാണ്. ഓളൊക്കെ റെഡിയായി ബാഗൊക്കെ ബാക്കിൽ തന്നെ വെച്ച് കാണ്ട് ഓളെ ഷോക്സൊക്കെ ഇട്ട് കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. റീബോളെ പോവാ ആ വലൈക്കും സലാം. ഇനി അതിൽ നമുക്ക് വലിയുള്ളി ഇത്ര ബ്രൗൺ കളറായിട്ടോ. ഈ സമയത്ത് നമുക്ക് തക്കാളി, പച്ചമുളകില്ലേ, സാധാ പച്ചമുളകും കറി ലീഫും കേട്ടോ. ഇനി ഇതൊന്ന് ഇതിൻ്റെ കൂടെ നല്ലോണം തക്കാളി ഇതിലൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. നല്ലോണം തക്കാളി നല്ലോണം ഉടഞ്ഞ് വേവണം. ഇനി നമുക്കൊരിച്ചിരി സാധാ ചില്ലി, റെഡ് ചില്ലി കേട്ടോ, ഒരിച്ചിരി ആഡ് ചെയ്താൽ മതി. ഞാൻ റെഡ് ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തന്നെ അല്ല. ഒരിച്ചിരി മഞ്ഞളും, ഒരിച്ചിരി മല്ലിപ്പൊടി കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് വരട്ടെ. ഈ പൊടികളൊക്കെ നമ്മളെ ഈ തക്കാളിയിലും ഉള്ളിയിലും ഇതിൻ്റെ എല്ലാതും കൊണ്ട് മസാലകളൊക്കെ പിടിച്ചിട്ട് നല്ലൊരു മണം തന്നെ വരും. ഇപ്പം കണ്ടോ നല്ല ഷെയറായിട്ട് ഇതായിട്ടോ. ഇപ്പോൾ ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിത് നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ റെഡിയാക്കി എടുക്കണ്ട കേട്ടോ. ഏത് രീതിയിൽ എടുത്താലും നമുക്ക് ക്ലിയർ കിട്ടുക, എങ്ങനെ എടുത്താലാണ് നോക്കിങ്ങാണ്ടൊക്കെ ഞാൻ റെഡിയാക്കണ്ടേ. ഇതിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെയാണ് നമ്മുടെ വൈഫൈ റെഡി ആയത്. അപ്പോൾ ആ ഒരു ഇതിന് എങ്ങനെ വെക്കേണ്ട പൊസിഷൻ എങ്ങനെയൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ കയ്യിലൊരു ക്യാമറ വെച്ചിട്ട് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ചോദിക്കണവർക്ക് എങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ചോദിക്കില്ല, എന്താ അപ്പോൾ വീഡിയോ ഇടാത്ത, എന്താ അപ്പോൾ ഇവർക്ക് പറ്റിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാതറിയോ, ഇത്ര മതി കേട്ടതാ കണ്ടോ, ഈ ഒരു പരിവാവോളം മതിയേ. ഇനി നമുക്ക് നമ്മളെ മുതിരയ്ക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാക്കണ ഇതും കൂടി നല്ലോണം ചട്ടിയിൽ ഇങ്ങോട്ടേ വറവിട്ട് ആ ചട്ടിയിൽ ഈ മൺചട്ടിയിലൊക്കെ ഇടുമ്പോഴേ ഓയിലൊക്കെ എണ്ണയൊക്കെ നമ്മൾ വറവിട്ടതൊക്കെ അതെല്ലാം നിൽക്കും. അപ്പോൾ എന്തെന്നറിയാം, നല്ലോണം തുടച്ചെടുക്കുക. നമ്മൾ വറവ് തീക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചട്ടിയിലാക്കിയിട്ട് ആ ഓയിലും ആ ഗ്രേവിയൊക്കെ ഒന്നുകൂടി ആ ഓയിലും ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവുക കേട്ടോ. ബായ്. ഇത് കണ്ടങ്ങൾ ഈ വൈലറ്റ് കളർ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തിളക്കണനുസരിച്ച് ഈ വൈലറ്റ് ഫ്ലവറിൻ്റെ ഈ കളർ ഉണ്ടല്ലോ, കളർ ഇങ്ങനെ പോവും. കളർ നമ്മളെ വെള്ളത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇതൊരു വെള്ള കളറായിട്ട് വരും. അപ്പം ഞാൻ അതൊക്കെ വാങ്ങി വെച്ചു. ഇത് അടുപ്പിൽ വെച്ചു കേട്ടോ. ഇതിവിടെ ഈ സൈഡിൽ അടുപ്പിൽ വെച്ചതിന് അപ്പം അത് ഇവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വെച്ചു.